ഇതാണ് സോഷ്യൽ ബെറീസിന്റെ വെബ്സൈറ്റ് www.socialberries.in. നമ്മൾ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് താഴോട്ട് വരുമ്പോൾ നമ്മളുടെ സർവീസസ് എല്ലാം ഉണ്ട്. ബൾക്ക് SMS ഉണ്ട്, ബൾക്ക് കോൾസ് ഉണ്ട്, വാട്സ്ആപ്പ് മാർക്കറ്റിംഗ് ഉണ്ട്, RCS മെസ്സേജിംഗ് ഉണ്ട്, കോൾ ഓട്ടോമേഷൻ ഉണ്ട്. അതിൻ്റെ അകത്ത് നമ്മൾ ബൾക്ക് കോൾസ് വിസിറ്റ് നൗ ക്ലിക്ക് ചെയ്താൽ ഈ ഒരു പേജിൽ വരും. ഇതാണ് നമ്മുടെ സോഫ്റ്റ്വെയർ. അതിനകത്ത് നമ്മൾ ലോഗിൻ ചെയ്യുക, സർവീസസിൽ പോകുക, ബൾക്ക് വോയിസ് കോൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ പേജ് ഓപ്പൺ ആവും. നമുക്കിവിടെ ക്യാമ്പയിന്റെ നെയിം എൻ്റർ ചെയ്യാം. ഞാനിവിടെ ടെസ്റ്റ് 3 എൻ്റർ ചെയ്യുകയാണ്. അതിനുശേഷം നമ്മൾ ആർക്കാണോ നമ്മുടെ വോയിസ് ക്ലിപ്പുകൾ പോകേണ്ടത് ആ മൊബൈൽ നമ്പറുകൾ എൻ്റർ ചെയ്യാം. നമുക്ക് ഒന്നിൽ കോപ്പി പേസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യാം. അപ്ലോഡ് യു ഫ്രം CSV. അപ്പൊ ഞാനിവിടെ മൊബൈൽ നമ്പർ ജസ്റ്റ് ടൈപ്പ് ചെയ്യുകയാണ്. ആ നമ്പർ ഒന്നുകൂടെ ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്ത് താഴെയും പേസ്റ്റ് ചെയ്തു. അപ്പോൾ താഴെ നമ്പർ കാണിക്കുന്നുണ്ട്, നമ്പർ ഓഫ് കൗണ്ട് 2 എന്ന് കാണിക്കുന്നുണ്ട്. അതിൽ ഞാൻ ആ ടിക്ക് ക്ലിക്ക് ചെയ്തപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള മൊബൈൽ നമ്പർ റിമൂവ് ആയി. താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ വോയിസ് ക്ലിപ്പ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. മാനേജ് വോയിസിൽ പോയാൽ നമ്മുടെ എക്സിസ്റ്റിംഗ് വോയിസ് ക്ലിപ്സ് എല്ലാം കാണാൻ പറ്റും. അതല്ല പുതിയ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് വോയിസ് ക്ലിപ്പിൽ നിന്ന് ആഡ് ചെയ്യാം. അപ്പൊ ഞാൻ ഒരെണ്ണം സെലക്ട് ചെയ്യുകയാണ്, ഓൾറെഡി ഉള്ള ഒരെണ്ണം സെലക്ട് ചെയ്യുകയാണ്. സൈലന്റ് ഡ്യൂറേഷൻ ഞാൻ 5 സെക്കൻഡ്സ് ആണ്. കസ്റ്റമറിന്റെ എനിക്കൊരു റെസ്പോൺസ് എടുക്കണം, ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ +1 എന്നുള്ള ഒരു ഓപ്ഷൻ എടുക്കണം. അപ്പൊ അതിന് ഞാൻ 5 സെക്കൻഡ്സ് സൈലന്റ് ടൈം കൊടുത്തു. റീട്രൈ ഓപ്ഷൻ ഞാൻ സെലക്ട് ചെയ്തു. അതായത് കസ്റ്റമർ ഫോൺ പിക്ക് ചെയ്തില്ല എങ്കിൽ 30 മിനിറ്റിന് ശേഷം വീണ്ടും സോഫ്റ്റ്വെയർ ട്രൈ ചെയ്യും കസ്റ്റമറിനെ കണക്ട് ചെയ്യാൻ. അതിനുശേഷം ആൻസേർഡ് ട്രാൻസാക്ഷണൽ, ഇത് ഓട്ടോമാറ്റിക്കലി ടിക്ഡ് ആയിരിക്കും. നമുക്ക് കസ്റ്റമറിന്റെ റെസ്പോൺസ് വേണമെങ്കിൽ ആ എക്സ്റ്റൻഷൻ എന്നുള്ളത് കൂടെ ടിക്ക് ചെയ്യുക. അതിനുശേഷം ഷെഡ്യൂൾ ടൈമിൽ വന്നിട്ട് നമുക്ക് ഏത് ടൈമിലാണോ കസ്റ്റമർക്ക് കോൾ പോകേണ്ടത് ആ ടൈം നമുക്ക് ഷെഡ്യൂൾ ചെയ്യുക. അപ്പൊ ഞാൻ ഷെഡ്യൂൾ ചെയ്ത് സബ്മിറ്റ് ചെയ്തു. ഇതിന്റെ അകത്ത് ഡീറ്റെയിൽസ് കാണിക്കും. ഞാൻ എന്നിട്ട് അതെല്ലാം കറക്റ്റ് ആണെന്ന് നോക്കിയിട്ട് ഫൈനൽ സബ്മിറ്റ് ചെയ്യും. ഇത് ക്യാമ്പ് സക്സസ്ഫുള്ളി സബ്മിറ്റഡ്. ഇവിടെ നമ്മുടെ റിപ്പോർട്ടിന്റെ അകത്ത്, ബൾക്ക് വോയിസ് റിപ്പോർട്ടിന്റെ അകത്ത് നമ്മൾ ഏതൊക്കെയാണോ ഇതുവരെ സബ്മിറ്റ് ചെയ്തിട്ടുള്ള ആ എല്ലാ ക്യാമ്പയിൻസും കാണിക്കും. നമുക്ക് എന്തെങ്കിലും ഫ്യൂച്ചറിലുള്ള ഓൾറെഡി ഷെഡ്യൂൾ ചെയ്ത സാധനം ക്യാൻസൽ ചെയ്യണമെങ്കിൽ നമുക്ക് ക്യാൻസൽ ചെയ്യാം. അതല്ല ഓൾറെഡി കഴിഞ്ഞിട്ടുള്ള ക്യാമ്പയിന്റെ ഡീറ്റെയിൽസ് കാണണമെന്നുണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്താൽ അത് ഓപ്പൺ ആയിട്ട് അതിൻ്റെ അതിലെ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ബൾക്ക് വോയിസ് കോള്. 3 സ്റ്റെപ്പ്: മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യുക, വോയിസ് ക്ലിപ്പ് സെലക്ട് ചെയ്യുക, അതിനുശേഷം ഷെഡ്യൂൾ ദ ടൈം. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.